സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. അപ്പം ഇന്ന് നമ്മൾ വർണ്ണിക്കാൻ പോകുന്നത് മഹാകാളിയുടെ ചരിതമാണ്. ആ കാളി ചരിതം. അപ്പോൾ സുരഥ മഹാരാജാവ് ചോദിക്കുകയാണ്, അവിടുന്ന് പറഞ്ഞ ദേവി ആരാണ് മഹർഷിയെ? സർവ്വജീവജാലങ്ങളെയും തന്റെ മോഹവലയത്തിൽപ്പെടുത്തുന്നത് എന്തിനാണ്? അവൾ ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത്? അവളുടെ രൂപം എന്താണ്? ശ്രേഷ്ഠ, എല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പൊ സുമേധസ് പറയുന്നു, രാജൻ, ദേവിയുടെ രൂപവും ദേവിയുടെ ആവിർഭാവവും പറഞ്ഞു തരാം. പണ്ട് ഭഗവാൻ വിശ്വം സംഹരിച്ചതിന് ശേഷം പാലാഴിൽ നിദ്രാവശകനായി ശേഷപര്യങ്കത്തിൽ ശയിക്കുമ്പോൾ ഭഗവാന്റെ കർണവനത്തിൽ നിന്ന് ഘോര രാക്ഷസന്മാരായ മധുകൈടവന്മാർ ജനിച്ചു. അവർ ബ്രഹ്മാവിനെ വധിക്കാൻ തയ്യാറായി വരുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് പേടിച്ച് ഹരിയെ ശരണം പ്രാപിച്ചു. അതങ്ങനെയാണല്ലോ, ഹരി നിദ്രയിൽപ്പെട്ടത് കൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്യണ്ടു എന്നറിയാതെ, അപ്പൊ ഭഗവാൻ നല്ല യോഗനിദ്രയിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പേടിയായിരിക്കും ബ്രഹ്മാവിനെ. അപ്പൊ ബ്രഹ്മാവ് ചിന്തിച്ചു, ഈ രാക്ഷസന്മാർ എന്നെ വധിക്കാൻ വേണ്ടി വരികയാണ്. ഹരിയാണെങ്കിൽ ഉറക്കത്തിലുമായിപ്പോയി, ഞാൻ എന്ത് ചെയ്യും? ബ്രഹ്മാവിന്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. ഭഗവാനിൽ നിദ്രാദേവിയായി വസിക്കുന്ന ജഗദംബിയെ സ്തുതിക്കുവാൻ തുടങ്ങി. അല്ലയോ ജഗദ്ധാത്രി, ഭക്താഭിഷ്ടഫലപ്രദേ സമുദ്രശയനേ ദേവി, അവിടുത്തെ ആജ്ഞക്ക് വശംവദരായിട്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മേ, കാളരാത്രി, മഹാരാത്രി, മോഹരാത്രി, അവിടുന്ന് അദ്വിതീയയും ഏകസംഖ്യാരൂപയും ദ്വയാത്മികയും വേദത്രയ സ്വരൂപയും ത്രിവർഗനിലയും തുര്യയും തുരീയ സംഖ്യാ സ്വരൂപിണിയും പഞ്ചമിയും പഞ്ചഭൂതേശ്യം ഷഷ്ടിയും ഷഷ്ടവതേശ്വരിയും സപ്തയും സപ്തവരതയും അഷ്ടവസുക്കളും അഷ്ടമിയും നവരാഗകലയും ഒക്കെ പോരാ, എന്തിനധികം രമ്യയും നവസംഖ്യാരൂപയും നവസംഖ്യയും ദശദിക് പൂജയും ദശമിയും ഒക്കെ അവിടുന്ന് തന്നെയാണല്ലോ അമ്മേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ ഏകാദശ സംഖ്യാസ്വരൂപിണിയും ഏകാദശ രുദ്രന്മാരാൽ സേവിതയുമാണങ്ങ്, ഏകാദശി തിഥി പ്രിയയും ഏകാദശ ഗുണങ്ങൾക്ക് അധിപയുമാണങ്ങ്, ദ്വാദശിയും ദ്വാദശ ഭുജയും ദ്വാദശാദിത്യന്മാർക്ക് ജന്മഭൂമിയും ത്രയോദശാത്മികയും ത്രയോദശ ഗണപ്രിയയും ത്രയോദശ നാമരൂപമുള്ളവളും വിശ്വദേവകൾക്ക് അധിപയും ആണ് അങ്ങ്. ചതുർദശ വനക്കളുടെ അധിപയും ചതുർദശേന്ദ്രന്മാർക്ക് വരപ്രദയും പഞ്ചദശീ വേദ്യയും പഞ്ചദശീ തിഥിയും 16 കരങ്ങളുള്ളവളും ഷോഡശേന്ദു കലാമയും ഷോഡശ സംഖ്യാരൂപയുമാണ് അങ്ങ്. പോരാ, ഷോഡശ കലാത്മകനായ ചന്ദ്രന്റെ കിരണങ്ങൾ വ്യാപിച്ച ദിവ്യ ശരീരം അവിടുന്നാണ് അമ്മേ. ഹേ ദേവേശി, നിർഗുണയെ നിനക്ക് അധീനനായിരിക്കുകയാണ് ഹരി. ഘോര പരാക്രമികളായ മധുകൈടവന്മാരെ വധിക്കുന്നതിന് വേണ്ടി ഹരിയെ ഉണർത്തിത്തരണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു. ഹരി ബ്രഹ്മാവ് ഇങ്ങനെ തുതിക്കുന്ന സമയത്ത് ദേവി എന്ത് ചെയ്തു? ഉടനെ തന്നെ വിഷ്ണുവിൽ നിന്ന് മാറി നിന്നു. ഭഗവാൻ ഉണർന്നെണീറ്റപ്പോൾ ദാനവേന്ദ്രന്മാരെ കണ്ടു. ഹരിയെ കണ്ട മധുകൈടവന്മാർ യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് വിഷ്ണു സന്നിധിയിലേക്ക് ചെന്നു. ഭഗവാൻ എന്ത് ചെയ്തു? അവരോട് യുദ്ധം ആരംഭിച്ചു. പിന്നല്ലാണ്ട് 5000 കൊല്ലം ഭഗവാൻ അവരോട് ബഹുയുദ്ധത്തിൽ ഏർപ്പെട്ടു. ദാനവന്മാർ മായാമോഹിതരായി ജനാർദ്ദനോട് വരം ചോദിക്കാൻ പറഞ്ഞു. അത് ശരി തന്നെ, അങ്ങോട്ട് വരം തരാം, ഇങ്ങോട്ട് ചോദിക്കുന്നതല്ല. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹരി പറഞ്ഞു, നിങ്ങൾ ഇരുവരും എന്നാൽ ബദ്ധരാവണം, ഇതാണ് എനിക്ക് വേണ്ടുന്ന വരം. വർത്തിയില്ലട പിന്നെ. അപ്പോൾ ബലവാന്മാരായ അവർ പറഞ്ഞു, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചാലും അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഹരി അവരെ തന്റെ തുടയിൽ വെച്ച് ചക്രം കൊണ്ട് അവരുടെ കളം ഛേദിച്ചു. പ്രകാരം ബ്രഹ്മാവിന്റെ സ്തോത്രത്താൽ പ്രസന്നയായി പിറന്നവളാണ് ആ ദേവി. രാജൻ, ആ ദേവിയാണ് മഹാകാളി. ഇനി മഹാലക്ഷ്മിയുടെ ആവിർഭാവത്തെ പറ്റി പറയാം. അങ്ങനെ ചോദിച്ചു, അല്ലേത് പിന്നെ വെള്ളമില്ലാത്ത സ്ഥലത്തുനിന്ന് കൊല്ലണമെന്ന്. ആയിക്കോട്ടെന്ന് പറഞ്ഞ് മടിയിൽ വെച്ചു കൊല്ലുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന്റെ സ്തോത്രത്താൽ പ്രസന്നയായി പിറന്നവളാണ് ആ ദേവി. രാജൻ, ആ ദേവിയാണ് മഹാകാളി. ഇനി മഹാലക്ഷ്മിയുടെ ആവിർഭാവത്തെ പറ്റി പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിൽ 11ാം അധ്യായം സമർപ്പിച്ചത്. ഇനി 12ാം അധ്യായത്തിൽ മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ചരിത്രമാണ് വർണ്ണിക്കുന്നത്. സുമേധസ് മുനി പറഞ്ഞു, രാജൻ, മഹിഷിയുടെ മകനായ മതോദ്ധതനായ മഹിഷാസുരൻ ദേവന്മാരെ ജയിച്ച് രാജ്യം പിടിച്ചെടുത്തു. ദേവന്മാരുടെ എല്ലാ അധികാരങ്ങളും
അവന്റെ അധീനത്തിലാക്കുകയും ചെയ്തു. പോരെ, സ്വർഗം നഷ്ടപ്പെട്ട ദേവന്മാർ ബ്രഹ്മാവിനെയും കൂട്ടി വിഷ്ണുവും ഹരനും താമസിക്കുന്ന സ്ഥലത്തെത്തി. മഹിഷാസുരൻ ജഗത്ത് മുഴുവൻ വെട്ടിപ്പിടിച്ച സംഭവങ്ങളൊക്കെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ അറിയിച്ചു. ഈ സംഭവം കേട്ട് ത്രിമൂർത്തികൾക്ക് കോപം കാലശലായി. മഹാദേവന്റെ മുഖപത്മത്തിൽ നിന്ന് 1000 സൂര്യന്മാരുടെ പ്രഭയുള്ള ഒരു ദിവ്യ തേജസ് ആവിർഭവിച്ചു. അപ്രകാരം തന്നെ ഓരോ ദേവന്മാരിൽ നിന്നും ദിവ്യ തേജസ്സുകൾ ഉത്ഭവിച്ചു. ഇത് കണ്ട് ദേവന്മാർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ശംഭുവിന്റെ തേജസ് മുഖമായും, യാമ്യ തേജസ് കേശമായും, വിഷ്ണു തേജസ് കൈകളുമായി, ഇന്ദ്ര തേജസ്സോ അരക്കെട്ടാണായത്, ചന്ദ്ര തേജസ് സ്തനയുഗ്മങ്ങളായി, വാരുണ തേജസ്സോ കാലുകളായി, നിതംബം ഭൂമി തേജസ്സും, നിതംബം ഭൂമിയുടെ തേജസ് കൊണ്ടാണായത്, ബ്രഹ്മ തേജസ് പാദങ്ങളും, ഭാനുവിന്റെ അതായത് സൂര്യ ഭഗവാന്റെ തേജസ് കാൽവിരലുകളാണ്, വസു തേജസ് കൈവിരലുകളുമായി, കുബേര തേജസ്സോ അത് നാസിക മൂക്ക്, അഗ്നിയുടെ തേജസ് കൊണ്ട് 3 കണ്ണുകളും, സന്ധ്യാ തേജസ് കൊണ്ട് പുരികക്കൊടികളും, വായു തേജസ് കൊണ്ട് കർണങ്ങളും ഉണ്ടായി. അപ്രകാരം എല്ലാവരുടെയും തേജസ് കൊണ്ട് മഹിഷമർദ്ദിനായ കമലാലയ ആവിർഭവിച്ചു. എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങളും ദേവിക്ക് സമ്മാനിച്ചു. ശിവൻ തന്റെ ശൂലത്തെ കൊടുത്തു, വിഷ്ണു ചക്രത്തെ കൊടുത്തു, വരണൻ ശങ്കിനെ കൊടുത്തു, പാവകൻ വേല് കൊടുത്തു, വായു വില്ല് കൊടുത്തു, ഇന്ദ്രൻ വജ്രത്തെ കൊടുത്തു, ഐരാവതത്തിന്റെ മണിയും നൽകി. ബ്രഹ്മാവ് അക്ഷമാലയും കിണ്ടിയും, ദിവാകരൻ കിരണങ്ങളെയും, കാലൻ വാളും പരിചയം, സമുദ്രം വസ്ത്രവും ആഭരണങ്ങളും മുത്തുമാലയും നൽകി. വിശ്വകർമാവ് എന്ത് കൊടുത്തു? മോതിരങ്ങളാണ് കൊടുത്തത്. ഹിമവാൻ രത്നങ്ങൾ കൊടുത്തു. വാഹനമായ സിംഹത്തെയും കൊടുത്തു. ധനാധിപൻ സുരാകുംഭത്തെയും അനന്തൻ നാഗഹാരത്തെയും നൽകി. ശരീരത്തിലേക്കുള്ള എല്ലാ ആഭരണങ്ങളും കൊടുത്തത് പാലാഴിയാണ് കേട്ടോ. സർവാഭരണങ്ങളും ദിവ്യായുധങ്ങളും ധരിച്ചു നിൽക്കുന്ന തേജസ്വിയായ മംഗളരൂപിണെ സ്തോത്ര രത്നങ്ങളെ കൊണ്ട് ദേവന്മാർ വാഴ്ത്തി സ്തുതിച്ചു. ഇത് കേട്ട് ദേവി മഹിഷാസുരവധത്തിന് ഒരുങ്ങി ഉച്ചത്തിൽ ഗർജിച്ചു. ഈ ഗർജനം കേട്ട് മഹിഷാസുരൻ ഭയപ്പെട്ട് വിറച്ചു എന്നാണ് പറയുന്നത്. അവൻ ഉടനെ തന്റെ മന്ത്രിമുഖ്യന്മാരോടുകൂടി ദേവിയോട് ഏറ്റുമുട്ടി. ശസ്ത്രങ്ങളെ കൊണ്ട് താരാപഥം മുഴുവൻ മൂടി. എവിടെ നോക്കിയാലും അസ്ത്രം തന്നെ, അതൊന്നും കാണാനില്ല. സേനാപതികളിൽ മുഖ്യരായ ചുക്ഷുരൻ, താമ്രൻ, ദുർമുഖൻ, ഭാഷ്കളൻ, വിടാലൻ തുടങ്ങിയവർ മഹിഷന്റെ കൂടെ നിന്ന് ദേവിയോട് യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ദൈത്യവനന്മാർ മരിച്ചു വീണു. തന്റെ പക്ഷക്കാരെ കൊന്ന ദേഷ്യത്താൽ മഹിഷൻ മായാപ്രയോഗം കൊണ്ട് പല രൂപവും എടുത്ത് ദേവിയോട് യുദ്ധം ചെയ്തു. ആരേ? മഹിഷാസുരൻ. അവൻ സ്വീകരിച്ച രൂപങ്ങളെ മുഴുവൻ ദേവി നശിപ്പിച്ചു. അവസാനം അവൻ മനുഷ്യരൂപം ധരിച്ച് ദേവിയോട് ഏറ്റുമുട്ടി. ദേവി അവനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി തന്റെ വാളുകൊണ്ട് അവന്റെ മസ്തകം അരിഞ്ഞു നിലത്ത് വീഴ്ത്തി. പിന്നല്ല, ദേവി മഹിഷാസുരനെ കൊന്നത് കണ്ടപ്പോൾ ബാക്കി സൈന്യങ്ങളൊക്കെ ഭയപ്പെട്ട് 4 പാടും ഓടിപ്പോയി. ദൈത്യവധം കണ്ട് ദേവന്മാർ സന്തോഷത്തോടുകൂടി ദേവിയെ സ്തുതിച്ചു. ഇപ്രകാരമാണ് മഹിഷാസുരമർദ്ദിനായ മഹാലക്ഷ്മിയുടെ ആവിർഭാവം. ഇനി ഞാൻ സരസ്വതിയുടെ ആവിർഭാവത്തെ പറ്റി പറയാം. 2 ശുംഭനെന്നും നിശുംഭനെന്നും പേരായ മഹാപരാക്രമികളായ 2 ദൈത്യ സഹോദരന്മാരുണ്ടായിരുന്നു. അവരുടെ ദ്രോഹം സഹിക്കാനാവാത്ത ദേവന്മാർ ഹിമാലയത്തിൽ ചെന്ന് ഭക്തിപൂർവം ഹൈമാവതിയെ സ്തുതിച്ചു. ദേവി ഭക്തന്മാരുടെ ആർത്തികളെ നശിപ്പിക്കുന്ന ഭവാനി, മഹേശി, ദാനവാന്തക രൂപിണി, ജരാനരകൾ സ്പർശിക്കാത്ത ശുഭയെ ജയിച്ചാലും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമായിരിക്കുന്ന മഹേശ്വരിയെ പ്രസാദിച്ചാലും, ദേവദേവേശി അവിടുത്തെ ശരണം പ്രാപിച്ചൊന്ന് ഞങ്ങളെ രക്ഷിച്ചാലും, ഇങ്ങനെയൊക്കെയാണ് ഇവർ സ്തുതിക്കുന്നത്. ഇപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരുടെ മുമ്പിൽ ഗിരിജ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇപ്പൊ സ്തുതിച്ചുകൊണ്ട് വന്നത് ഇവിടെ? ആ സമയത്ത് ജഗദംബിയുടെ കോശത്തിൽ നിന്ന് കൗശികി ദേവി അവതരിച്ചു. ജഗത്ത് മുഴുവൻ പൂജിക്കുന്ന ദേവി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്തുതിയിൽ പ്രസന്നയായിരിക്കുന്നു. ഇനി വരം എന്താണ് വേണ്ടതെന്ന് വെച്ചാല് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാര് പറഞ്ഞു, പരാക്രമിയായ ശുംഭൻ എന്ന അസുരൻ തന്റെ ബലാധിക്യം കൊണ്ട് 3 ലോകത്തെയും ജയിച്ച് ഞങ്ങളെ ദ്രോഹിക്കുകയാണ് അമ്മേ. ആ ദൈത്യ സഹോദരന്മാരെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് തൽക്കാലം
ഇത്രേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാരുടെ പരിദേവനം ദേവി കേട്ടരുളി ചെയ്തു. ദേവശത്രുക്കളെ ഞാൻ തന്നെ വധിക്കുന്നുണ്ട്, നിങ്ങൾ സമാധാനത്തോടു കൂടി പോകുവൻ. ഇത്രയും പറഞ്ഞ ദേവന്മാർ നോക്കി നിൽക്കെ ദേവി അന്തർധാനം ചെയ്തു. ദേവന്മാർ സന്തോഷത്തോടെ മേരുപർവ്വതത്തിലുള്ള ഗുഹയിലേക്ക് പോവുകയും ചെയ്തു. ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായ ചണ്ടമുണ്ടന്മാർ ദേവിയെ കണ്ടു. ത്രൈലോക്യ സുന്ദരിയായ ദേവിയെ കണ്ടവർ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനത്തെ ഒരു രൂപം അവര് ജനിച്ചതിന് ശേഷം കണ്ടിട്ടില്ല, അത്ര സുന്ദരി. ഉടനെ അവർ ആ വിവരം തങ്ങളുടെ പ്രഭുവായ ശുംഭനെ അറിയിച്ചു. സ്വാമി, അസുരശ്രേഷ്ഠ, ഞങ്ങളൊരു പെൺകിടാവിനെ കണ്ടു. പെൺകിടാവ് ആ സൗന്ദര്യധാവം ദേവകന്യകമാരെ പോലും നിഷ്പ്രഭമാക്കുന്നു പ്രഭു. അങ്ങ് അവൾക്ക് യോജിച്ച പുരുഷനാണ്, അതിസുന്ദരനല്ലേ ഇവൻ. അയ്യോ പറയാനുണ്ടോ? ശുംഭൻ അനുയോജിച്ച പേരനെ, അത്രയും വൃത്തികെട്ടതാ അത്. അങ്ങ് വേഗം ആ സുന്ദരിയെ കൂട്ടിക്കൊണ്ടുവന്ന് സൗഖ്യം അനുഭവിച്ചാലും എന്ന് പറഞ്ഞു. ചണ്ടമുണ്ടന്മാരുടെ വാക്കുകളുടെ ശുംഭൻ സുഗ്രീവന് ദൂതനായി ദേവിയുടെ സവിധത്തിലേക്ക് അയച്ചു. അവൻ ദേവിയുടെ, നമ്മുടെ വാനരനായ സുഗ്രീവനല്ല, ഇയാളുടെ മന്ത്രി ദൂതൻ, സമീപം ചെന്ന് ഉണർത്തിച്ചു. ത്രൈലോക്യാധിപനായ ദൈത്യരാജൻ ശുംഭൻ ദേവിയോട് പറയുവാൻ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ദേവി, എന്റെ പ്രഭു രത്നതുല്യമായ എല്ലാ വസ്തുക്കളും അനുഭവിക്കുന്നവനാണ്. അവിടത്തേക്കില്ലാത്ത, അദ്ദേഹത്തിന് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. സ്ത്രീരത്നമായ ദേവിയെ പുരുഷരത്നമായ ശുംഭൻ ആഗ്രഹിക്കുന്നു. 2 രത്നങ്ങളായില്ലേ, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് സുഖം അനുഭവിച്ചാലും എന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, നീ ദൈത്യന് പ്രിയനായ ദൂതനല്ലേ, നീ പറഞ്ഞത് സത്യം തന്നെ. ഞാൻ പണ്ടൊരു സത്യം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. ആരാണോ എന്നെ യുദ്ധത്തിൽ ജയിച്ച് എന്റെ അഹങ്കാരത്തെ അടക്കുന്നത്, ആരാണോ എനിക്ക് സമനായിട്ടുള്ളത്, അവനെ മാത്രമേ ഞാൻ പതിയായി സ്വീകരിക്കുകയുള്ളൂ. അതെന്റെ ഞാൻ പണ്ട് സത്യം ചെയ്തതാ ആണ്, അതെനിക്ക് നടപ്പിലാക്കാതെ വയ്യ. എന്റെ ഈ സത്യം പരിപാലിച്ചതിന് ശേഷം ഞാൻ നിന്റെ പ്രഭുവിനെ സ്വീകരിക്കാമെന്ന് നീ നിന്റെ രാജാവിനോട് ചെന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞു. അപ്പൊ ദേവിയുടെ വാക്കുകൾ കേട്ട് ദൂതൻ ആ വിവരം തന്റെ പ്രഭുവിനോട് ചെന്ന് പറഞ്ഞു. ഇത് കേട്ട് മഹാബലവാനായ ശുംഭൻ ക്രോധാകുലനായി തന്റെ മറ്റൊരു സേനാപതിയായ ധൂമ്രാക്ഷനോട് പറഞ്ഞു, നീ പോയി അവളുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വേഗം എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇത് കേട്ട് ധൂമ്രാലോചനൻ അനവധി സൈന്യങ്ങളുമായി രജതാതിയിലിരിക്കുന്ന ദേവിയുടെ സമീപം ഞാൻ ഇപ്രകാരം പറഞ്ഞു, നീ എന്റെ പ്രഭുവായ ശുംഭനെ പതിയാക്കി എല്ലാ ഭോഗങ്ങളും അനുഭവിച്ച് സുഖിച്ചു വസിച്ചാലും, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മുടിക്ക് കുത്തിപ്പൊടിച്ച് എന്റെ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ദേവശത്രുവായ ധൂമ്രന്റെ വാക്കുകൾ കേട്ട് ദേവി ചോദിച്ചു, ഇത് നീയാണോ പറയുന്നത്, അതോ നിന്റെ പ്രഭുവാണോ? ഇത് കേട്ട് ദൈത്യൻ ശസ്ത്രങ്ങളുമായി ദേവിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ദേവി ഒരു ഹൂങ്കാര ശബ്ദം കൊണ്ട് അവനെ ഭസ്മമാക്കി. പിന്നീട് ദേവിയുടെ വാഹനമായ സിംഹം ബാക്കി സൈന്യങ്ങളെ ആട്ടി ഓടിക്കുകയും ചെയ്തു. എല്ലെണ്ണത്തിനും കൊന്നില്ല, ഒരെണ്ണത്തിന് ഓടിച്ചുവിട്ടു. ഇതറിഞ്ഞ മനുഷ്യൻ ദേഷ്യം സഹിക്കാതെ തന്റെ മന്ത്രിമാരായ ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും ദേവിയുടെ അടുത്തേക്ക് അയച്ചു. അവരോട് ബലാത്കാരമായി ദേവിയെ പിടിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. രക്തബീജം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി രക്തം ശരീരത്തിന് വീണാൽ ആയിരക്കണക്കിന് രാക്ഷസന്മാരുണ്ടാവുന്നതാണ്. ദേവി ശൂലമെടുത്ത് അവരെ കുത്തി വീഴ്ത്തി. ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും വധിച്ചതറിഞ്ഞ് ശുംഭനിശുംഭന്മാർ നേരിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ 2 പേരും ദേവിയോട് ഏറ്റുമുട്ടി. ഘോരമായ യുദ്ധമായിരുന്നു കേട്ടോ അത്. എന്നിട്ടോ അവരെയും ദേവി നിഷ്പ്രയാസം വധിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് വിദ്വജ്ജനങ്ങൾ ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു. ആ ദേവിയാണ് വാഗധീശ്വരിയായ സരസ്വതി ദേവി. പ്രകാരം കാളി, മഹാകാളി, സരസ്വതി തുടങ്ങിയ ദേവിമാരുടെ ആവിർഭാവം ഞാൻ പറഞ്ഞു തന്നല്ലോ. ആ പരാശക്തി തന്നെയാണ് കേട്ടോ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും. ജഗന്മോഹിനിയായ ദേവി അങ്ങ് ആരാധിച്ചാലും എന്ന് പറഞ്ഞു സുമേധസ്സിനോട്. അപ്പൊ സുമേധസ് മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സുമേധസ് മുനി അദ്ദേഹത്തിന്റെ വാക്ക് ആരോടാ പറഞ്ഞത്? സുരഥനോടാ പറഞ്ഞത്. സുരഥ രാജാവ് സർവാഭിഷ്ടപ്രദായിനിയായ ദേവിയെ നിരാഹാരനായി ശാന്തമായ മനസ്സോടുകൂടി ഏകാഗ്രചിത്തനായി ധ്യാനിച്ച് തപസ് ചെയ്തു. ദേവിയുടെ രൂപം മണ്ണിൽ നിർമ്മിച്ച് പൂജ ചെയ്ത് ആരാധിച്ചു. പൂജയുടെ അവസാനത്തിൽ സ്വന്തം രക്തം ബലിയർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ദേവി പ്രത്യക്ഷയായി പറഞ്ഞു, രാജൻ, ഞാൻ അങ്ങയുടെ പൂജയിൽ പ്രസന്നയായിരിക്കുന്നു കേട്ടോ. എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പൊ സുരഥൻ ദേവിയോട് തന്നെ നഷ്ടപ്പെട്ട രാജ്യം വേണം, ഉത്തമ സ്നാനം വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ദേവി പറഞ്ഞു, സർവശ്രേഷ്ഠ,
ശത്രുരഹിതമായ രാജ്യവും ഉത്തമജ്ഞാനവും അങ്ങേക്കുണ്ടാവും. അടുത്ത ജന്മം ഭാനുപുത്രനായി ജനിച്ച് സാവർണ്യമനുവായി തീരും. എന്റെ അനുഗ്രഹം കൊണ്ടും മന്വന്തരാധിപത്യവും സന്താന സൗഭാഗ്യവും നിനക്ക് കൈവരും. സന്തോഷവാനായി പോയാലും എന്ന് ദേവിയെ പ്രസാദത്താൽ സുരഥൻ സാവർണ്യമന്വന്തരത്തിന്റെ അധിപതിയായി ഈ കഥ പറഞ്ഞു കൊടുത്താലും കേട്ടാലും ദേവിയെ പ്രസാദത്തിന് പാത്രീഭൂതരാകുമെന്നുള്ളൊരു ഗുണപാഠ കഥയോടുകൂടി ഈ മഹാലക്ഷ്മി സരസ്വതിയുടെയും കഥ 12ാം അധ്യായം ദേവീ പാദത്തിൽ സമർപ്പിക്കും. ഇനി നമുക്ക് നാളെ എന്താ പറയാനുള്ളത്? നാളെ നമുക്ക് ദക്ഷസാവർണി മനു മുതലായവരുടെ വർണ്ണനാണ് വർണ്ണിക്കാനുള്ളത്. ഇന്നത്തെ ഭാഗം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.